ഹലോ, ഞങ്ങളെ തേർഡ് ഇയേഴ്സൊക്കെ പോവാനായി അവർക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ, ഫെയർവെൽ പാർട്ടി. ഈ കോളേജ് ലൈഫ് എന്നൊക്കെ പറയണതേ വല്ലാത്തൊരു ലൈഫ് തന്നെയല്ലേ. ഞങ്ങളെ കോളേജ് അത്രയും അടിപൊളിയായിട്ടൊന്നുമല്ല, എന്നാലും ഇതൊക്കെ സെറ്റാക്കുന്ന ടൈമിലില്ലേ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, പഠിച്ചോനെ ഞങ്ങളും പോകാനായല്ലോ, നമുക്കും ഇനി വലിയ ടൈമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാവുക. എന്താ വെച്ചാൽ ഇതൊക്കെ സെറ്റാക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ബോണ്ടില്ലേ, കഴിഞ്ഞൊരു കൊല്ലം എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ക്ലാസ്സിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് ഈ ക്ലാസ്സിലായിരുന്നു. അന്നൊക്കെ ഞാൻ ചാടിട്ടിട്ട് ഒരു മുക്കിൽ പോയിരിക്കുന്നു. എൻ്റെ വിചാരം ഞാൻ ഭയങ്കര ചാടക്കാരിയാണ് എന്നൊക്കെ വിചാരിച്ച് മെയിനാവലേന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ഓർക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേന്ന്. ഇനി നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാം. ഇത് ഞങ്ങൾ തേർഡ് ഇയേഴ്സ്, ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ്. പിന്നെ ഇവൻ്റെ അണ്ണാക്ക് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പം പേടിയുണ്ട്. പിന്നെ ഇവനാണെങ്കിൽ മെയിനാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കുക. അപ്പം ഞാൻ നല്ല രസമുണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. HODയും സംഘവും ഇടയ്ക്ക് ചെമ്പട്ടിയിലൊരു ദീർഘവീക്ഷണം നടത്തുന്നുണ്ട്. ഏത്? അതന്നെ. ഈ ഷെർമിൾ എന്തിനാ വിളമ്പി കൊടുക്കണമെന്ന് അറിയോ? ഇതിൻ്റെ മൂത്താപ്പ ഉണ്ടാക്കിയ ബിരിയാണിയാണ് സാറേ, അസൈൻമെൻറ്റ് നമ്മൾ അടുത്ത ആഴ്ച വെച്ചാൽ മതിയോ? ഇതൊക്കെയാണ് അവിടെ സംശയങ്ങൾ. ഇനി സെറ്റാക്കിയ റൂമൊക്കെ ഓരോ വെൽക്കം ചെയ്യാം. ബൊക്കൊക്കെ കൊടുത്തിട്ടാണ് ഓരോ വെൽക്കം ചെയ്തത്. ഓരോ നാടൊക്കെ പാടി കാണുമ്പോൾ പുതിയാപ്പിള സൽക്കാരത്തിന് വിളിച്ച പോലെ ഉണ്ട്. പിന്നെ ഓരോ അതിൻ്റെ ഉള്ളിലേക്ക് തുറന്ന് വിട്ടപ്പോൾ കൂട് തുറന്ന് പക്ഷികളെ പോലെ ഒരു പാറി പറക്കിയിരുന്നു. ഇതിലത്തെ ഒരു കോമഡി എന്താ അറിയോ? ഇവന് തന്ന ഫോട്ടോസാണ് ഞങ്ങളവിടെ തൂക്കിയിട്ടിരുന്നത്. ഇവൻ്റെ നോട്ടം കണ്ടാൽ ഇവനിതൊക്കെ ആദ്യമായിട്ട് കാണാൻ തോന്നും. ഇതൊക്കെ ഇപ്പം അല്ലെങ്കിൽ ഇക്കെന്തിനാ കാണിച്ചു തരുന്നത്? ഈ കുട്ടികളെ കൊണ്ടുള്ള ഒരു ഇടങ്ങറ. അടിപൊളി അടിപൊളി സൂപ്പർ. അടുത്തത് തായറ മിസ്. ഞാനായിട്ട് കുറക്കണ്ട. സൂപ്പർ അടിപൊളി. എന്താ നല്ല ഫോട്ടോസ്. ഞാൻ നേരത്തെ അവനെ പേടിയാണ് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കണ്ട ആരെങ്കിലും പേടിക്കാതിരിക്കുമോ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവരുടെ ഫേസ് കാണുമ്പോൾ അറിയട്ടാ ആ ഫോട്ടോസിൽ ഇവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സൊക്കെ. അതാ ഇത് പാരേൻ്റെ ഇടയിൽ കൂടെ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.